ഗുഡ് മോർണിംഗ് ഫ്രം ഡേ 4. വൻ തണുപ്പാണ് എൻ്റെ അമ്മോ. ഫുള്ള് രാവിലെ തന്നെ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ടുള്ളത്. ഇതിനെല്ലോ കഷ്ടപ്പെട്ട് റെഡിയായി സെറ്റായിട്ടുണ്ട്. വൈപ്സ്, ടിഷ്യൂ ഇതെല്ലാം മസ്റ്റ് സാധനങ്ങൾ. ഇത് വീടിന് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ 3000 രൂപ ഫൈനാണ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. മഞ്ഞെല്ലാം പിടിച്ച് ഫുള്ള് സെറ്റായിട്ടുള്ളത്. രാവിലെ 5 മണിക്ക് -2 പോയി. ഇപ്പം +2 2 ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ്. മഞ്ഞ് മലണ്ട ഇല്ലല്ല ഹോട്ടലിൽ നിന്നുള്ള വ്യൂ. 1-2 തണുപ്പ് ടെമ്പറേച്ചർ. ഓ മൈ ഗാഡ്, രക്ഷയില്ല. ജസ്റ്റ് നമ്മളെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത്. ട്രക്കിന്നാകെ ചെറിയ ട്രക്കാണ്, 3-4 മണിക്കൂർ പോയി വരാൻ. ടോട്ടൽ 5 മണിക്കൂർ മാക്സിമം പോകാനും വരാനും. ഇനി മേലോട്ട് പോകുന്തോറും പൈസ കൂടി വരും. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. സാഗർമാത നാഷണൽ പാർക്ക്. ഇതെല്ലാം കണ്ട കുറേ മലകൾ. ഇതെല്ലാം ബാക്കിലായിട്ടാണ് എവറസ്റ്റ് ചെയ്യുന്നത്. ഇവര് ഇയാളറിയാവോ? ഞാൻ ആദ്യമായിട്ട് എവറസ്റ്റ് കയറിക്കേ ആ മഹാൻ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. क्या है म्यूजियम? തെൻസിംഗ് നോർഗെ ഷെർപ്പ. ഈ മച്ചാനാണ് ഫസ്റ്റ് എവറസ്റ്റ് കയറി. വിഷയത്തൊന്നുമില്ലല്ലോ. This is a skull of a Yeti. They used to exist. ഇതെല്ലാം ഷെർപ്പൻ്റെ ഫാമിലിൻ്റെ വീട്ടു സാധനങ്ങൾ, യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ. ഷെർപ്പ കയറുന്നിട്ടുള്ള ഫ്ലാസ്ക്. ഓ മൈ ഗാഡ്, രോമാഞ്ചാണ്. ഇതാണ് ഷൂ, ആൾട്ടെ ഡ്രസ്സ്. നല്ല വീട്ടു സാധനങ്ങൾ. ഇവര് രണ്ടാളാണ് ഫസ്റ്റ് കയറിയത്. എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് ഷെർപ്പയും. 22 വയസ്സുണ്ട് മരിക്കുന്നതിന്. 7 പ്രാവശ്യം എവറസ്റ്റ് കയറി ഇറങ്ങി. ഇങ്ങനെല്ലാം എവറസ്റ്റ് കയറാൻ. ഇപ്പെല്ലാം കയറാൻ പിന്നെ സിമ്പിളാണ്. അക്കാലത്തെല്ലാം കയറി സമ്മതിക്കണം. ഇവിടെയാണ് നമ്മളുള്ളത്. നാംചെ. ലുക്ലയിൽ ഫ്ലൈറ്റ് ഇറങ്ങി നാംചയിലെത്തി. നാംചയിൽ നിന്ന് നാളെ തെങ്ബോച്ചിലേക്ക് പോകും. ഏകദേശം 400 മീറ്റർ. തെങ്ബോച്ചിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ ലൊബൂച്ചെ. ഓ മൈ ഗാഡ്, ഇങ്ങനെ പോകണം. 14 പീക്സ്. അതിൽ ഫസ്റ്റ് തന്നെ എവറസ്റ്റ് ഓഫ് കോഴ്സ്. പിന്നെ K2. 1969 എവറസ്റ്റ്. 24, 23. എങ്ങനെയാണ് ഈ പ്രയറെല്ലാം മറ്റേ ചുമരുമെല്ലാം അടിച്ചത്? എന്നെ വിചാരിച്ചു എന്തെങ്കിലും എഴുതി എന്നുള്ളത്. നമ്മൾ ലുക്കിൽ നിന്ന് നേരെ നാംചേന്ന് നേരെ തെങ്ബോച്ചെ. നാംചയിലാണ് ഇപ്പോൾ ഉള്ളത്. തെങ്ബോച്ചെ പോകും. തെങ്ബോച്ചയിൽ നിന്ന് പിന്നെ വേറെല്ലാം ഒരു സ്റ്റോപ്പുണ്ട്. ലൊബോച്ചയും തെങ്ബോച്ചിൻ്റെ സെൻറ്ററിൽ ഡിങ്ബോച്ചെ. അവിടുന്ന് ലൊബോച്ചെ നേരെ ബേസ് ക്യാമ്പ്. ആയിരുന്നു ആ ദിവസവും സമയവും.
രാവിലെ 11:30 മണി 29 മെയ് 1953 ടെൻസിംഗ് നോർഗെ ഷെർപ്പിയും എഡ്മണ്ട് ഹിലാരിയും കീഴടക്കിയത് എവറസ്റ്റ്. നല്ല ഫീൽ എന്നറിയോ ഇവിടെ നേരം. ഇതാണ് ഷൂ, ഇതാണ് ഡ്രസ്സ്. അതിലിപ്പം തന്നെ പൊപ്പോളി വ്യൂ ആണ്. എത്ര മലകളാണെന്നറിയാം അപ്പോഴുണ്ടല്ലോ. ഇതാണ് സ്ഥലം പോലെ മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലം. ഫുള്ള് മലകളുടെ നടുവിലാണ്. 360 മലയാണ്, മലൻ്റെ നടുവിൽ. നടക്കുന്നത് നല്ല കഥപ്പുണ്ട്. ഏകദേശം 3500-600 മീറ്ററിലാണ്. ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നതും ഭയങ്കര തണുപ്പായിരിക്കും. കൈയെല്ലാം മരവിക്കുന്ന പോലെയാണ്. നമ്മളുണ്ടോ 3555 മീറ്ററിലാണുള്ളത് ഇപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നിടത്തേക്ക് എന്താ മേലിലൊരു ട്രീ ഹൗസ് ഒന്നുണ്ടാവും, അതിൻ്റെ മേലിലാണ് പോകുന്നത്. 2-3 മണിക്കൂർ എന്തായാലും ആൾക്കാർ കയറുന്നുണ്ടോ അതിൻ്റെ മേലിലേക്ക്. അവിടെ എന്തെല്ലോ വ്യൂ പോയിൻ്റാണ്, എവറസ്റ്റ് കാണാൻ പറ്റുന്നല്ല പറയുന്നത്. ചെന്ന് നോക്കാം. പിന്നെ ഒരു മെയിൻ സാധനം നമ്മളെ സ്റ്റിക്ക്. ഇതൊരു മെയിൻ സാധനമാണ്. ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, 4ാം ദിവസം. ഇത്ര ആളെ യൂസ് ചെയ്തിരിക്കില്ല. ഇനി അങ്ങോട്ട് ഇത് ഫസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നേരം. സ്കേർട്ട് അപ്പോൾ എന്തായാലും എടുത്തോ സ്റ്റിക്ക്, 1-2 എടുത്തോ. ഇതാണ് മക്കളെ മുമ്പിലുള്ള വ്യൂ. കയറ്റം തന്നെ കയറ്റം. അപ്പം നിങ്ങൾ ഡേ 4 എത്തിക്കഴിഞ്ഞാൽ വെള്ളം മറന്നേക്കേട്ടാ. വെള്ളം കിട്ടൂല, വെള്ളം കിട്ടും പക്ഷെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വൈപ്സ് ടിഷ്യൂ മസ്റ്റ്. അവിടെ നമ്മളിപ്പോൾ വന്നേ ആ കാണുന്ന സ്ഥലം, അതിൻ്റെ മേലയിൽ ലിപ്പാഡിൻ്റെ മേലയിൽ. അവിടെ ഇപ്പോൾ ഇത്രയും ദൂരം നടന്നു വന്നേ. ദൂരം കണ്ടോ? ഏകദേശം പകുതി എത്തി. ആ കാണുന്ന സ്ഥലത്തെത്തണം. അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എവറസ്റ്റ് കാണാൻ പറ്റും പോലും. ഏതാ ബ്യൂട്ടിയില്ല. നടന്ന സമയമില്ല. കയ്യിൽ പ്ലാസ്റ്റിക് നിറച്ച് വെച്ച് ഇനി അടുത്ത വരത്തണോ? നല്ലോണം തളർന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കേണ്ട സ്ഥലമെല്ലാം ചില സ്ഥലത്ത് 1 മണിക്കൂറിൽ കൂടുന്നേരം. ഇങ്ങനെ 10 മിനിറ്റ് നടന്ന് കടന്നിട്ടെല്ലാം പോയാൽ മതി. ഓരോ തിരക്കില്ല, മത്സരമൊന്നും ഉണ്ടാവില്ല, എല്ലാം പോയാൽ മതി. ഓക്കെ എല്ലാം കണ്ട കീരി വീണ് എത്താനായി. നമ്മോ എത്തി കഴിച്ചെത്തി ഫൈനലി ആ സ്ഥലമെത്തി. Oh my god. 3860 മീറ്റർ. മലകൾ ഇതെല്ലാം ഇങ്ങനെ ഓടിച്ചാൽ വീടെല്ലാം, ഈ വീടെല്ലാം കെട്ടി പടർത്തെ. ഹെലികോപ്റ്ററിന് സാധനം വന്നിരിക്കും. A to Z. എന്താ എവറസ്റ്റ് വ്യൂ പോയിന്റ് സിയാങ് പോച്ചെ.
3885 മീറ്റർ. വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിൽ വന്നത്. വ്യൂ കാണാനല്ല, അക്ലമറ്റൈസേഷനാണ്. അതായത് നമ്മൾ മേലോട്ടേക്ക് വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് പോകണം. അല്ലെങ്കിൽ നാളെ മേലോട്ടേക്ക് പോയിട്ട് അവിടെ താമസിക്കുന്ന നേരം ഫുള്ള് തലവേദന, സിക്കാവും. അതുകൊണ്ട് ഒരു പ്രാവശ്യം മേലോട്ടേക്ക് പോവാം, താഴോട്ടേക്ക് വരാം. പിന്നെ നാളെ പോകുന്ന കണ്ടുവരാം. നാളെ ഏകദേശം ഇപ്പം നടന്ന് അത്ര തന്നെ നടക്കണോ? നമ്മളിന്നാകെ രണ്ട് മണിക്കൂർ നടന്നുകൊള്ളു. 2-3 മണിക്കൂർ അപ്പോഴത്തേക്ക് ഇവിടെത്തി. അപ്പം നാളെ ഇതിനെക്കാട്ടും വലിയ കയറ്റാ പോലും. ദുർഗണം പിടിച്ച പാതയാന്ന് പറഞ്ഞത്. റൈറ്റ്, ഞാൻ കാണുന്നതിൻ്റെ ബാക്കിലാണ് എവറസ്റ്റ് കാണുന്നതിൻ്റെ. ഇതിനുള്ള ഓരോ പേരുണ്ട്. കാണുന്നതാണ് ലോട്ട്സെ. ഈ കാണുന്നത് ആമ ഡബ്ല. പിന്നെ അതിൻ്റെ ബാക്കിലുള്ളതാണ് ലോട്ട്സെ. ഇന്നലെ കണ്ടിട്ടില്ല ഒരു പെണ്ണുങ്ങൾ സൗത്ത് നിന്നും നോർത്ത് നിന്നും മറ്റേ എവറസ്റ്റ് കയറിയ പെണ്ണുങ്ങൾ ആമലിൻ്റെ പേരിനെ വെച്ച് ഇറങ്ങുന്നേരം കയറിയിട്ട് ഇറങ്ങുന്നേരം ലോട്ട്സെ ഡേഞ്ചർ സൗകര്യം. ഇങ്ങനെയുള്ള ഓരോ പേരുകളുണ്ട്. മൗണ്ട് എവറസ്റ്റ് ആയിരുന്നത് അതിൻ്റെ ബാക്കിലാണ്. നമ്മുടെ എല്ലായിടത്തും ഹെലിപ്പാഡ് ഉണ്ടാവും. നമ്മുടെ വീട്ടിലെല്ലാം കാർപ്പൂച്ചുള്ള പോലെ മുക്കിൽ ഹെലിപ്പാഡായിരിക്കും. ഇതാണിപ്പോൾ ഇറങ്ങേണ്ടത്. ഇറങ്ങാൻ സുഖമാണ്. ഇറങ്ങാനിപ്പോൾ 3 മണിക്കൂർ കൊണ്ട് കയറിയത് 1 മണിക്കൂർ കൊണ്ട് ഇറങ്ങാവുന്നു. മാഫിയ മുഷ്കിൽ. താഴോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കുന്നത് നമ്മൾ ഏകദേശം ഈ ഒരു ഹൈറ്റ് തന്നെയാണ് ട്രക്ക് ചെയ്യുന്നത്. 400 മീറ്റർ. നമ്മൾ ഇന്നലെ താമസിച്ചത് 3400 മീറ്ററാണ്. ഇപ്പോൾ കയറിയത് 400 മീറ്റർ എക്സ്ട്രാ. ടോട്ടൽ 3800 മീറ്ററിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. നാളെ 3800 മീറ്റർ തന്നെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നാളെ കുറച്ച് ടൈം എടുക്കും. റോഡ് കുറച്ച് ഭയങ്കര ടഫാണെന്ന് പറഞ്ഞത് റൂട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ 3800ലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എല്ലാം വരും, തലവേദന, ഛർദി കാര്യങ്ങളെല്ലാം വരും. മെല്ലെ അതൊന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് താഴെ വരാം. നാളെ അവിടെ താമസിക്കും. ഓക്കെ ഗൈസ്, ഏകദേശം 3 മണിക്കൂർ കൊണ്ട് കയറിയത്. അരമണിക്കൂർ കൊണ്ട് താഴെയിറങ്ങി. മറക്കം പൊളിയാണ്. അടിച്ച് മെന്നിച്ച് പോവാം. 100-120 പോവാം. നാംശയിലെ സ്കൂള് ചോന്നിട്ട് തരുമ്പോഴെല്ലാം ആപ്പിൾ പോലെ ഉണ്ട്. അങ്ങനെ നടന്നെത്തി ഗൈസ്. ഇനി ഫുൾ റെസ്റ്റ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഫുഡ് അടി, റെസ്റ്റ്, യൂനോ കളി, ഫോൺ ചാർജ് ചെയ്യൽ. ഇനി നാളെ മുതൽ ഫോൺ ചാർജെല്ലാം പൈസ കൊടുക്കണം. ഇന്ന് കിട്ടിയ സ്റ്റേ നമുക്ക് വൈഫൈ എല്ലാം ഫ്രീ ആണ്. ഇന്നലെ 200 റുപ്യാണ് വൈഫൈക്ക്. ഇന്ന് ഫ്രീ ആണ്. നാളെ മുതലുള്ള പൈസ ഡബിളാണ്. ഫോൺ ചാർജിങ്ങിന് പൈസയാണ്. ഇന്ന് വരെ ഫോൺ ചാർജിങ്ങിന് ഫ്രീ ആണ്. കണ്ടറിയണം കോശി. ചൂട് പിടിക്കുന്ന ചൂട്. വന്ന് ലഞ്ചെല്ലാം കഴിഞ്ഞ് -2 -4 എല്ലാം ഡിഗ്രി ടെമ്പറേച്ചർ. मैं जलाता हूँ, चाय दे दो, बस चाय दे दो, मैं जलाता हूँ. So even these little boxes are kind of cute, just as a little. What do we put there? Give me one. ഓൾമോസ്റ്റ് ഡബിളായിരിക്കും. I thought you want this smaller one and one big. That's why.
गेटर -10, -15, -20. ഇപ്പോൾ ഇവിടെ ഉള്ളത് -4 ആണ്. അങ്ങോട്ടേക്ക് -20 വരെ എത്തും നമ്മൾ പോകുന്നിടത്ത്. വിൻ്ററിൻ്റെ എല്ലാ സാമഗ്രികളുണ്ട് ഇവിടെ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സാധനങ്ങളാണ് അപ്പോൾ ട്രക്കിങ്ങിന് പോയി സാധനങ്ങൾ കിട്ടും. മല കയറേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ഇന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ട്രക്കിങ് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് സെറ്റായി വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാനൊന്നും കഴിയില്ല, ഭയങ്കര തണുപ്പാണ്. ഏകദേശം -3 -4 ഡിഗ്രി സെൽഷ്യസ്. വൻ തണുപ്പാണ്. വെള്ളമൊന്നും ടച്ച് ചെയ്യാനേ പറ്റൂല. അങ്ങനെ പുറത്തു പോയി വന്ന് ഫുഡ് കഴിച്ച് ഊനെല്ലാം കളിച്ച്. ഫുഡ് അത് തന്നെ സെയിം, ദാൽ ബാത്ത്, ചോറും പരിപ്പ് കറിയും വെജിറ്റബിൾസ്. പൊടി സാധനമാണ്, ടേസ്റ്റിയാണ്. കറണ്ട് പോയാ ഓക്കെ, പിന്നെ നാളെ കാണാം. ഓൾറൈറ്റ്.